അയർലൻഡ് ഗോൾവേയിൽ മണിക്കൂറിൽ 183 കിലോമീറ്റർ വേഗതയിൽ താണ്ഡവമാടിയ അയോവിൻ കൊടുങ്കാറ്റ് പ്രതീക്ഷിച്ചതിലും കുറച്ച് നാശം വിതച്ചുകൊണ്ടാണ് അയർലൻഡിനെ വിട്ടുപോയതെങ്കിലും ഒരു യുവാവിൻ്റെ മരണം, വൈദ്യുത തടസ്സം, ഇന്റർനെറ്റ് തടസ്സം, ഗതാഗത തടസ്സം അങ്ങനെ തുടങ്ങി വളരെയേറെ നാശനഷ്ടങ്ങളുമുണ്ടായി. വൈദ്യുത തടസ്സം മൂലം പല കൗണ്ടികളിലും ജലക്ഷാമം രൂക്ഷമായി. അയർലൻഡ് ഡൊണഗേലിലാണ് രാവിലെ 5:30 കാറിന് മുകളിൽ മരം വീണ് ഒരു യുവാവ് മരണപ്പെട്ടത്. കൊടുങ്കാറ്റ് ഏറ്റവും ശക്തമായിരുന്ന ഗോൾവേ, ക്ലെയർ, മയോ, ഡൊണഗേൽ, മീത്ത്, ലോങ്ഫോർഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതലായി മറ്റു ചില കൗണ്ടികളിലും ഒക്കെ തന്നെ മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി, ജലവിതരണം, ഇന്റർനെറ്റ് എന്നിവ സ്തംഭിക്കുകയും ചെയ്തു. 100,000-ഓളം വീടുകളിൽ വൈദ്യുതി പുനഃക്രമീകരിക്കുന്നതിനും അടിയന്തര നീക്കങ്ങൾ നടന്നുവരുന്നു. മഴയും ചെറിയ രീതിയിലുള്ള കാറ്റും ഉള്ളതിനാൽ ഫെബ്രുവരി ആദ്യവാരത്തോടെയേ പൂർണ്ണമായും വൈദ്യുതി ലൈനുകൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അയർലൻഡിലെ എക്കാലത്തെയും റെക്കോർഡ് ഭേദിച്ച വളരെ വേഗതയേറിയ ഈ കൊടുങ്കാറ്റ് നമ്മുടെ കൊച്ചു കേരളത്തിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇതിലും 10 മടങ്ങ് നാശനഷ്ടമായിരിക്കും ഉണ്ടാവുന്നത് എന്ന് ഉറപ്പ്. വയനാട് പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ തന്നെ ഇത്രയും വലിയ ആഘാതം ഉണ്ടാക്കിയത് ഒരു ഉദാഹരണമായി മുന്നിൽ നിൽക്കുന്നു. കൊടുങ്കാറ്റ് വരുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ വേണ്ടത്ര ജാഗ്രതാ നിർദ്ദേശം എടുത്തതും അത് ജനങ്ങളിലേക്ക് എത്തിച്ചതും, സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിക്കുന്നതും അത് ശാസ്ത്രീയമായി വളർത്തിക്കൊണ്ടുവരുന്നതും വേരുറപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതും, പ്രത്യേകിച്ച് സിറ്റി ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ അത് ഒരു യൂണിഫോമിറ്റിയും ഭംഗിയും നിലനിർത്തിക്കൊണ്ട് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അതിൻ്റെ ശാഖകൾ കൃത്യസമയത്ത് വെട്ടിമാറ്റുകയും ഒക്കെ ചെയ്യുന്നത് ദുരന്തം കുറയ്ക്കുന്നതിന് ഒരുപാട് സഹായിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ വലിയ രീതിയിലുണ്ടായാൽ ലോകത്തൊരിടത്തും അതിനെ തടഞ്ഞു നിർത്താൻ പ്രയാസമാണ്. എന്നാൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള അനധികൃത ക്വാറികളോ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള അഴിമതി പ്രവർത്തനങ്ങളോ ഇല്ല എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന് വീട് വെക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ മണ്ണ് ഇടിച്ചു നിരത്താതെ പ്രകൃതി എങ്ങനെയാണോ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിലനിർത്തിക്കൊണ്ട് അവിടെ ഭവനങ്ങളാവട്ടെ, ആവാസ കേന്ദ്രങ്ങളാവട്ടെ എന്നിവയൊക്കെ നിർമ്മിക്കുന്ന ഒരു തികച്ചും ശാസ്ത്രീയമായുള്ള ഒരു രീതിയാണ് ഇവിടെ നിലവിലുള്ളത്. ഈ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ ദുരന്തത്തിൻ്റെ ആഘാതം വളരെയധികം കുറയ്ക്കുവാൻ അയർലൻഡിനെ സഹായിച്ചു എന്ന് തന്നെ വേണം പറയാൻ. പ്രതീക്ഷിച്ചതിലും രീതിയിൽ ദുരന്തങ്ങൾ കുറഞ്ഞപ്പോൾ അയർലൻഡ് ഒരു ഭാഗ്യരാജ്യം ആണ് എന്ന് പുകഴ്ത്തിയവർ ഏറെയാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റുകൾക്ക് മാത്രം മുൻഗണന നൽകി എന്നതാവാം ഈ ഭാഗ്യം നിലനിർത്താൻ അയർലൻഡിന് കഴിഞ്ഞത്. നന്ദി, നമസ്കാരം. രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ശരിക്കും ഡ്യൂട്ടി ഇല്ല, പക്ഷേ മറ്റുള്ളവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആവട്ടെ, ഇന്ന് വരാൻ പറ്റാത്തവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആവട്ടെ, ഒരു എക്സ്ട്രാ ടൈം ഡ്യൂട്ടിക്ക് പോവാണ്. മണിക്കൂറിൽ 130 കിലോമീറ്റർ കൂടുതലാണ് കാറ്റിൻ്റെ വേഗത. ഡബിൾ 6 മണി മുതലാണ് കാറ്റിൻ്റെ ശക്തി കൂടുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് 7:30-ക്കാണ് ഡ്യൂട്ടി എങ്കിലും കുറച്ച് മുമ്പേ തന്നെ അങ്ങ് ഡ്യൂട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാറ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല കാറ്റുണ്ടൊന്ന് പിടിച്ചു നിൽക്കുകയാണേ.